ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി 10ഓളം ദിവസങ്ങളാണ് ശേഷിക്കുന്നത്. സായി പണപ്പെട്ടിയുമെടുത്ത് മടങ്ങിയതോടെ 8 മത്സരാർത്ഥികളാണിപ്പോൾ ഷോയിലുള്ളത്. ജാസ്മിൻ, ജിൻഡോ, അഭിഷേക്, ശ്രീതു, അർജുൻ, ഋഷി, നൂറ എന്നിവർ. ഇവരിൽ ആരൊക്കെ ഫിനാലെ വീക്കിലേക്ക് കടക്കുമെന്നതിന്റെ പ്രഡിക്ഷനും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. സിജോയും ജാസ്മിനും ജിൻഡോയും ഇവരിൽ ഒരാളാണ് കപ്പെടുക്കാൻ സാധ്യതയെന്നാണ് പ്രവചനങ്ങളിൽ ഏറെയും. കൂടാതെ ഹൗസിന് പുറത്തേക്ക് പോയവർ വരും ദിവസങ്ങളിൽ തിരികെ എത്തും, ഗബ്രി ഉൾപ്പെടെ. അതിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഹൗസിലേക്ക് എത്തുന്ന ഗബ്രി ജാസ്മിനോട് എങ്ങനെയാണ് പെരുമാറുക എന്നത്. കാരണം സ്വന്തം വ്യക്തിജീവിതം തന്നെ കണ്ടന്റാക്കിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ജബ്രി കോംബോ ഉണ്ടാക്കിയ പുകിലൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഇരുവരുടെയും കുടുംബങ്ങളുടെ പോലും ഉറക്കം കെടുത്തിയ ജോഡി. സൗഹൃദമാണെന്നും പിന്നീട് പ്രണയിക്കാൻ പാടുപെടുകയാണെന്നുമൊക്കെ പറഞ്ഞ് ക്ലാരിറ്റിയിൽ ഇടിച്ചു നിന്ന കോംബോ. പുറത്തു കമ്മിറ്റഡ്, അതായത് പുറത്തു വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഗബ്രിയുമായി പ്രണയിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത് ഭാവി വരനായ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതിനും കാരണമായി. പിന്നീട് ഫാമിലി വീക്കിൽ വീട്ടിലെത്തിയ ജാസ്മിന്റെ ഉപ്പ ഗബ്രി കൊടുത്ത മാലയും ഫോട്ടോയുമൊക്കെ എടുത്തു മാറ്റുകയും ഒറ്റയ്ക്ക് കളിക്കണമെന്നുമൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. പുറത്തെ കാര്യങ്ങൾ അറിയിക്കാൻ ഹിന്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉപ്പയെ ബിഗ് ബോസ് വാർണിംഗ് ചെയ്യുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ജാസ്മിൻ അറിയാം. എന്നാൽ അതിലും ജാസ്മിന് വ്യക്തതയില്ല. പുറത്തിറങ്ങിയ ഗബ്രി ഓടി നടന്ന് അഭിമുഖങ്ങൾ നൽകിയതും ഒരു വിഷയമായി. കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കൈപിടിച്ചിരിക്കുന്നതും തെറ്റാണ്. പിന്നെ മഞ്ഞക്കണ്ണട വച്ച സമൂഹം. ഇതായിരുന്നു ഗബ്രി എല്ലാ ഇന്റർവ്യൂസിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വാക്കുകൾ ഇനി ആവർത്തിക്കരുതെന്ന് ജാസ്മിന്റെ ഉപ്പ ഗബ്രിയെ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തു. അതോടെ ഗബ്രി ആ പരിപാടി അങ്ങ് നിർത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം ജിൻഡോയുമായി ഉണ്ടാക്കിയ വഴക്കിൽ ഗബ്രി വിഷയം വീണ്ടും ഹൗസിൽ ചർച്ചയായി. ഗബ്രിയുടെ പേരിൽ എന്ത് വിഷയം വന്നാലും താൻ ഫേസ് ചെയ്യുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. കൂടാതെ ഇങ്ങനെയും പറഞ്ഞു, കൂടെ നിൽക്കുന്നവനെ ഒരു ആപത്ത് വരുമ്പോൾ ചവിട്ടി താഴെയിടുന്ന സ്വഭാവം ജാസ്മിനില്ല എന്ന്. മാല ഊരി മാറ്റിയാലോ ഫോട്ടോ എടുത്തു മാറ്റിയാലോ ഗബ്രിയെ തന്നെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാനാകില്ലെന്നായിരുന്നു ജാസ്മിന്റെ പ്രസ്താവനയുടെ ചുരുക്കം. ലൈവിൽ നടന്ന ഈ സംഭവം ഗബ്രിയും കണ്ടുകാണും. ഹൗസിൽ ഗബ്രിയെ കാത്തിരിക്കുകയാണ് ജാസ്മിൻ. വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ഗബ്രി ഇതൊക്കെ മനസ്സിൽ കാണുന്നുണ്ടാകും. ജാസ്മിനെ അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. മുൻപൊരു അഭിമുഖത്തിൽ ഗബ്രി പറഞ്ഞിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന്. അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് ഗബ്രിക്ക്. ഒന്നുകിൽ ഹൗസിലേക്ക് പോകാതിരിക്കണം, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പോകണം. പുറത്തെ കഥകളൊന്നും അറിയാതെ ജബ്രികളാകാൻ ഒരുങ്ങുന്ന ജാസ്മിനടുത്തേക്ക്